ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമ്മുടെ ഹൃദയത്തിന് ബലം നൽകത്തക്ക നിലയിൽ, പ്രത്യാശ വർദ്ധിക്കുന്ന വിഷയത്തിന്മേലുള്ള പ്രതീക്ഷ വർദ്ധിക്കുന്ന നിലയിൽ സ്വർഗം തൊടുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 4 അധ്യായം 10 വാക്യം. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടിയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴവും ശക്തമായി അതിനകത്തുനിന്ന് ഇടപെടുന്ന ദൂത്, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. എബേസിൻ്റെ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നിരത്തിവെക്കുന്ന തൻ്റെ അപേക്ഷകളിൽ എബേസ് നിശ്ചയിച്ച ഒരു വാക്ക് ഇതാ, ഒരു വാചകം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട കാര്യം ഇതാണ്. ദൈവിക സംരക്ഷണം വെളിപ്പെടേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെ പല വിധത്തിൽ എബേസ് പല വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കഴിക്കുകയാണ്. അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ വ്യക്തമായി ഇടപെടുന്ന പദം, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം. വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം. ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയതലങ്ങളിലേക്ക് ആഴമായി ഈ ദൂത് സ്വർഗം ഇടപെടുക. എബേസിൻ്റെ പ്രത്യാശയാണ് വ്യസനകാരണമില്ലാതെ ജീവിക്കുവാൻ. അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകിക്കൊടുത്തു. അവൻ എന്ത് ചോദിച്ചോ അത് ദൈവം നൽകിക്കൊടുത്തു. ഇന്ന് അതിശക്തമായ ദൈവാത്മാവ് ദൂത് വെളിപ്പെടുത്തുക, വചനത്തിൽ നിന്ന് മർമ്മം വെളിപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, വ്യസനത്തിന് കാരണമായി തീരാതെ ചില വിഷയങ്ങൾ ജീവിതത്തിൽ ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരിക്കലും ഒരു വ്യസനത്തിന് കാരണമായി തീരല്ല. തലമുറയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഭാവി വെളിപ്പെടുമ്പോൾ അതൊരിക്കലും ഒരു വ്യസനത്തിന് കാരണമായി തീരല്ലേ. എൻ്റെ പുറപ്പാട്, എൻ്റെ ജീവിതത്തിലെ യാത്ര അതൊരു വ്യസനത്തിന് കാരണമായി തീരല്ലേ. ഞാൻ തുടങ്ങുന്ന ആ ബിസിനസ്, ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തി മേഖലകൾ ഒരിക്കലും ഒരു വ്യസനത്തിന് കാരണമായി തീരല്ലേ. ദൈവത്തിൻ്റെ പൈതലേ, അങ്ങനെ കാക്കുക, വ്യസനത്തിന് കാരണമാക്കാതെ വണ്ണം സൂക്ഷിപ്പ, ദൈവം മതിയായവനാകുന്നു എന്ന് ആ വചനം വ്യക്തമാക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആഴമായി ഇപ്രകാരം പ്രാർത്ഥിച്ച ദൈവത്തിന് ക്രമീകരിക്കാൻ കഴിയുമെന്ന് ആ വാക്യം തെളിയിച്ചു തരികയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ലഭിക്കുന്നത് വ്യസനത്തിന് കാരണമായി തീരാതെ സന്തോഷത്തിന് കാരണമായി മാറുക ദൈവം ഇടയാക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. അന്നയുടെ ജീവിതത്തിൽ ഒരു തലമുറ ജനിക്കാത്തത് നിമിത്തം അവൾക്ക് വ്യസനത്തിന് കാരണമായി, ചില ഇല്ലായ്മ നിമിത്തം വ്യസനത്തിന് കാരണമായിരിക്കുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. അന്നയുടെ ജീവിതത്തിൽ തലമുറ ഇല്ലാത്തത് നിമിത്തമാ അവൾ ഒത്തിരി വ്യസനിച്ചു, മനോവ്യസനത്തോടെ അവൾ നടന്നുവെന്ന് വചനം പറയുക. ആ നിലവാരത്തിൽ, ആ അനുഭവങ്ങളിൽ നിന്ന് ദൈവം അവളുടെ വ്യസനത്തെ നീക്കി, അവളുടെ വ്യസനത്തെ അകറ്റി അവൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു.
വചനം പറയുന്നു, 2-ാം അധ്യായത്തിൽ ഹന്നെ കുറിച്ച് പറയുന്ന ശൗമൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുക, എൻ്റെ ഹൃദയം സന്തോഷിക്കുക. ദൈവത്തിൻ്റെ വൈതിലെ, ദൈവത്തിൻ്റെ ദൂതിത ഇതാ തലമുറയെ അന്നയ്ക്ക് ദൈവം കൊടുത്തപ്പോൾ അത് സന്തോഷത്തിന് കാരണമായി തീർന്നു, ആനന്ദത്തിന് കാരണമായി തീർന്നു. എന്തെങ്കിലും നാം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജീവിതത്തിൽ കർത്താവിൽ നിന്ന് മേടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തി മേഖലകൾ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വ്യസനത്തിന് കാരണമായി തീരല്. അത് ആനന്ദത്തിന് കാരണമായി തീരണം, അത് സന്തോഷത്തിന് കാരണമായി തീരണം. അങ്ങനെ ക്രമീകരിക്കുക, അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുക. ദൈവം വിശ്വസ്തന. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് ആരംഭിക്കാൻ പോകുന്ന പ്രവൃത്തി, ഈ ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോകുന്ന പ്രവൃത്തി, ഈ ദിവസങ്ങളിൽ ചോദിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും ഒരിക്കലും ഒരു വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ച, അതുപോലെ ചെയ്യുന്ന, അതുപോലെ സൂക്ഷിക്കുന്ന, അതുപോലെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം വെളിപ്പെടുത്താൻ പോവുക, കർത്താവ് സഹായിക്കാൻ പോവുക. അതല്ലേ എബേസ് അപേക്ഷിച്ചതിന് ദൈവം അത് തന്നെ ദൈവം മറുപടിയായി കൊടുത്തു. അതുപോലൊരു അത്ഭുതം ജീവിതത്തിൻ്റെ തലങ്ങളിൽ സ്വർഗപിത വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ കർത്താവ് ഇന്ന് കേൾപ്പിച്ച ആ ദൂത് വ്യസനത്തിന് കാരണമാകാതെ വണ്ണം, ലഭിക്കുന്നൊന്നും വ്യസനത്തിന് കാരണമായി തീരില്ല. പ്രവൃത്തി മേഖലകളിലൊന്നും വ്യസനത്തിന് കാരണമായി തീരാതെ ദൈവം സൂക്ഷിക്കണം, ദൈവം പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. ദൈവിക പദ്ധതികൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെടുത്തുന്ന അത്ഭുതത്തിൻ്റെ ദിവസമായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.